ഒരുക്കുമെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സിറാത്തുൽ മുസ്തഖീം എന്ന ഹബീബ നബിയുടെ പേരിനെ കുറിച്ചാണ് 2-3 ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എന്നെ ബന്ധപ്പെടുത്തണേ, ആ ബന്ധം സുദൃഢമാക്കുകയും സുസ്ഥിരമാക്കുകയും ചെയ്യണേ എന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം. ഹബീബ നബിയുമായി ഇത്തിബായിന്റെ കാര്യം പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരം കൊണ്ട് ഹബീബ നബിയെ ഇത്തിബാ ചെയ്യാൻ ഉള്ളതിനേക്കാൾ വലിയ പ്രയാസം ഹൃദയം കൊണ്ട് ഇത്തിബാ ചെയ്യാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നു എന്നതുകൊണ്ട് തലപ്പാവ് ധരിക്കാൻ പ്രയാസമാണ്, പക്ഷേ വലിയ പ്രയാസമില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ പ്രയാസം. അതിന് ആൺകുട്ടികൾക്ക് കഴിയും, റസൂലുള്ളാഹിക്ക് തല കൊടുക്കാൻ കഴിയും. തല എന്ന് പറഞ്ഞാൽ തലയുടെ ബാഹ്യമായ തൊലി കൊടുക്കാനും മുടി കൊടുക്കാനും കഴിയും. ഹബീബ നബിയെ മുടി കൊടുത്ത് തൊലി കൊടുത്ത് തലയിൽ തൊപ്പി ധരിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഇത്തിബാ ചെയ്യാൻ കഴിഞ്ഞേക്കാം. ഹബീബ നബിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തുകൊണ്ട് ഞെരിയാണി മുകളിലേക്ക് തുണി ധരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചതുപോലെ ചിന്തിച്ചുകൊണ്ട് ഇത്തിബാ ചെയ്യാൻ വളരെ അപൂർവം ആളുകൾക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചതുപോലെ ചിന്തിക്കാം. അവിടുത്തെ ഖൽബിൽ സദാ റഹ്മത്തായിരുന്നു, അവിടുത്തെ ഖൽബിൽ സദാ ഹുസ്നായിരുന്നു, അവിടുത്തെ ഖൽബിൽ സദാ ഹസനാത്തിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു, അവിടുത്തെ ഖൽബിൽ സദാ അല്ലാഹുമായിട്ടുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഖൽഖിൽ നിന്ന് ഒരാളെ ഖലീലായി തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ലഖ്തഖതു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കർ സിദ്ദീഖിനെ ഖലീലായി പിടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് സിദ്ദീഖിനെയും ഖലീലായി പിടിക്കാൻ കഴിയില്ല. ഖലീൽ എന്ന് പറഞ്ഞാൽ നേരർത്ഥം കൂട്ടുകാരൻ എന്നാണെങ്കിലും റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു പ്രണയത്തിന്റെ അഭിനിവേശത്തിന്റെ അവസ്ഥാവിശേഷത്തിനാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ എന്റെ സ്നേഹം സമർപ്പിക്കാൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞെടുക്കായിരുന്നു. പക്ഷെ എന്റെ ഏറ്റവും വലിയ സ്നേഹവും കാമവും തേട്ടവും മോഹവും ചിന്തയും അലിയലും എന്റെ രസവും എന്റെ പ്രണയവും എന്റെ പ്രാണനും അത് അല്ലാഹുവാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ ആ സ്ഥാനത്താക്കുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുമായിട്ട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം ഉണ്ടാവണം. അവനാണ് മുഹമ്മദ് നബിയുടെ മുത്തബിയോ, അല്ലാഹുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നവൻ. അല്ലാഹുമായിട്ട് വലിയ ബന്ധമുണ്ടായാലോ അല്ലാഹുവിന്റെ ഓർമ്മ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ രസമായിട്ട് മാറും. അതുകൊണ്ടാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രയാസം വരുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലേക്കാണ്ട് കയറും. അല്ലാഹു അക്ബർ. നിസ്കാരത്തെ കണ്ട് കയറിയാൽ പിന്നെ ഭൂമിയിലെ മുഹമ്മദ് നബിയുടെ സ്വർഗമാണ്. വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, വജുഇലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, എന്റെ ഖുറത്തു ഐന് നിസ്കാരമാണ് എന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ റസൂലുള്ളാഹിനോട് ഇത്തിബാ ഉണ്ടായാല് നിസ്കരിക്കാൻ വന്നാൽ പോരാ, നിസ്കാര രസായിട്ട് മാറും. അപ്പോഴാണ് ഖൽബ് കൊണ്ടുള്ള ഇത്തിബാ. നിസ്കാരം തന്നെ രസായിട്ട് മാറും. അവ ഖൽബ് കൊണ്ട് ഇത്തിബാ ഉണ്ടായി. സഹാബാക്കളൊക്കെ ഈ ഒരു രീതിയിലുള്ള മഹാന്മാരായിരുന്നു. അവർക്ക് നിസ്കാര രസായിരുന്നു. അതുകൊണ്ടാണ് അലിയാര് നിസ്കാരത്തില് അമ്പു കാലിന്റെ മടമ്പിന് തറച്ച അമ്പിന്റെ കുറ്റി വലിച്ചൂരിയെടുത്തിട്ട് കാലിന്റെ എല്ലുകൾക്ക് വരെ ക്ഷതമേറ്റ സമയത്തും കാലിന്റെ എല്ലുകൾ പൊടിഞ്ഞിട്ട് അമ്പ് പറിച്ച സമയത്ത് മുസ്തഫ നബിയുടെ ജാമാതാവായ അലിയാര് സ്വഹാബാക്കൾ ഇടപെട്ടുകൊണ്ട് അമ്പ് പറിച്ചത് അറിഞ്ഞില്ല. എന്തേ? ഖുറത്തൈന
അവർക്ക് നിസ്കാരം കുറത്തായില്ല. മനസ്സിലായില്ലേ? കാലിന്റെ മടമ്പിന് ഒരു അമ്പ് കയറി യുദ്ധത്തിലാണ്. അത് തൊടാൻ കഴിയില്ല, അത്ര ശക്തമായിട്ടുള്ള വേദന. എന്താ ചെയ്യാന്ന് ആകെ ആശങ്കയായി. ആ സമയത്താണ് അലിയാർ നിസ്കരിക്കുമ്പോ അത്തയാത്തിലിരിക്കുന്ന സമയത്ത് കാലിന്റെ മടമ്പിന് കയറിയിരിക്കണ അമ്പിന്റെ ഊർത്ത മുനയുടെ കുറ്റി സഹാബാക്കൾ പോയിട്ട് പറിച്ചെടുത്തു. കാലിന്റെ മടമ്പിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിട്ട് അമ്പടക്കൊണ്ട് പറഞ്ഞു പോന്നു. സലാം വീട്ടിന് ശേഷം അലിയാർ അത് അറിഞ്ഞിട്ടില്ല. കാരണം ഖുറത്തൈന ലയിക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കൈയെട്ടിയ പിന്നെ ഒന്നും അറിയില്ല. അലിയാര് കൈയെട്ടിയാൽ, ഉമറുൽ ഫാറൂഖ് കൈയെട്ടിയാൽ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഒരാള് ബാക്കിൽ വന്നിട്ട് കുത്തിയത് അറിഞ്ഞില്ലല്ലോ. നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കൊതുക് വരണേ നമ്മൾ അറിയണ്ടല്ലോ, ഈച്ച വരണ അറിയണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇയാള് വരണത് ബാക്കിൽ നിന്ന് ഒരു ഒച്ചപ്പാടോണ്ട് അറിയണ്ടേ. പക്ഷെ ഉമറുൽ ഫാറൂഖ് അറിഞ്ഞില്ല, കുത്തങ്ങോട്ട് കുത്തിയ ആൾക്കും അറിയാം നിസ്കാരത്തേക്കാണ് കയറ്റുന്ന കുത്ത. കാരണം നിസ്കാരത്തിൽ കയറിയാൽ പരിസര ബോധം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ കത്തിയെടുത്ത് വന്നത്. നിസ്കാരത്തൊക്കെ കയറിയാല് പരിസരബോധം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഇത്രയും സഹാബാക്കളുടെ ഇടയിൽ ഒരു മനുഷ്യൻ കത്തിയെടുത്ത് വന്നത്. അല്ലെങ്കിൽ ഒരുപാട് സഹാബാക്കളുടെ ഇടയിൽ ഒരു മനുഷ്യന് ഇമാമിനെ കുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും കത്തിയെടുത്ത് വരുമോ? ഇല്ലല്ലോ. ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊല്ലാൻ ഒരാൾ ആഗ്രഹിച്ചാൽ പള്ളിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ആൾക്കാർ നിസ്കരിക്കാൻ കൈയ്യട്ടെ അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് കൊല്ലുവോ? ഇല്ല. കാരണം അവർക്കറിയാം നമ്മളെ നിസ്കാരത്തിന് ഒരു കഥയില്ല. നേരെ മറിച്ച് ഉമറുൽ ഫാറൂഖിനെ കൊല്ലാൻ ചിന്തിച്ച ആൾ എന്താ ചെയ്തത്? ഒരു നിലക്കും കൊല്ലാൻ കഴിയില്ല, പിന്നെ പള്ളി കയറിയിട്ട് കുത്തന്നെ. കാരണം അവർക്കും അറിയാം ഇതുങ്ങൾ കൈ അങ്ങോട്ട് കെട്ടിയാ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അതാണ് നിസ്കാരത്തെ കയ്യാണ്ട് കെട്ടിയാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അങ്ങനെ നിറഞ്ഞിക്കണേ ആളുകളെ ഇടയ്ക്ക് അരച്ചു കയറിയിട്ടല്ലേ ഇയാൾ വന്നിട്ട് കത്തിയെടുത്ത് കുത്തിയത്. അവരറിഞ്ഞില്ല, അവരെ നിസ്കാരം അതായി. അപ്പോ നിസ്കരിക്കാൻ വരിക എന്നുള്ള റസൂലുള്ളാഹിന്റെ ഇത്തിബാണ്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു നടക്കലല്ല. നാവിന്റെ മുമ്പിൽ മുഹമ്മദ് നബിനെ കൊണ്ടെടുക്കാൻ സുഖമാണ്, കൽബ് കറക്കാൻ കുറച്ച് പോകും. ഞാൻ ഈ കുറച്ചു കാലമായിട്ട് വേറെ ചില പടവെട്ടല നടത്തല് ആരെതിരായിട്ടും കാര്യമില്ല. ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ പരിശോധിക്കാം. വലിയ വലിയ ചില ആളുകളെ പള്ളിയിലൊന്നും ജമാഅത്തിലൊന്നും കാണാനില്ല. ദുഹുർക്ക് ചിലപ്പം പുറത്തായിരിക്കാം, അസർക്ക് ചിലപ്പം തിരക്കായിരിക്കാം, എല്ലാ ദിവസവും സുബഹിക്ക് പുറത്താണ്. വലിയ വലിയ ആളുകൾ വന്നാൽ ആയത്തും ഹദീസും ഓതിയിട്ടും ജമാഅത്തിന്റെ മഹത്വം പറയുന്ന ആളുകളിൽ പലരെയും കാണില്ല. അല്ലാഹു അവരെ നമ്മളൊക്കെ മുത്തനബിയുടെ ഇത്തിബായിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അപ്പൊ ഇനി പള്ളിയിൽ വന്നാൽ തന്നെ ഇത്തിബാ പൂർണ്ണമാണെങ്കിൽ നിസ്കാരത്തിൽ ടേസ്റ്റ് ഉണ്ടാവണം, ഒരു രസം ഉണ്ടാവണം. ആ രസം കിട്ടണമെങ്കിൽ 3 നിബന്ധന ഉണ്ട്. ഒന്ന്, അല്ലാഹും അവന്റെ റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും വേറെ മേലൊന്നുമില്ല എന്നാണ് തീരുമാനം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളേ റസൂലും അതിന്റെ മേലൊന്നുമില്ല എന്നങ്ങട് ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ കൽബ് തിരിഞ്ഞാൽ പിന്നെ നമുക്ക് നിസ്കാരത്തിൽ രസം ഉണ്ടാവുന്നതാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അപ്പൊ രസമില്ലാത്ത അള്ളേ റസൂല് നമുക്ക് വേണം, വേറെയും പലതും വേണം. അതാണ് റസൂലും അള്ളേ ഏറ്റവും വലുതാണില്ല. ആരെ വീട്ടിലൊരു കല്യാണം ഉണ്ടാവുമ്പോ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ അറിയോ? കല്യാണം തീരുമാനിച്ചാൽ ആദ്യം ചിന്തിക്കേണ്ടത് പടച്ചോനെ ഈ കല്യാണം അള്ളി റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അവസാനിപ്പിക്കണം, അതിന് തടസ്സായ കാര്യങ്ങളൊക്കെ നിർത്തണം. അപ്പൊ എന്റെ വീട്ടിലെ കല്യാണം അള്ളാഹുവിന്റെ റസൂലിനെയും പൊരുത്തുള്ള രീതിയിലായി അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് തലപുകഞ്ഞാലോചിച്ച് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ തീരുമാനം എടുക്കുമ്പോൾ നീ റസൂലുള്ളാഹിന്റെ ആളായി. അതിന് കാലത്തിന്റെ മാറ്റം അനുസരിച്ചുകൊണ്ട് തീരുമാനത്തിന് ചില മാറ്റം വരണം. അപ്പൊ എന്താക്കണം? എത്ര നിയന്ത്രിച്ചാലും പലതും വരും. പടക്കം പൊട്ടലും ബാൻഡും അതും ഇതൊക്കെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യാ? പള്ളിയിലെ വെച്ചിട്ട് നിക്കാക്ക. അപ്പൊ നല്ല രസായി, നല്ല സ്ഥലമായി, നല്ല സന്ദർഭമായി, നല്ല സദസ്സായി, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതായി. പക്ഷെ ആര് ചിന്തിക്കണേ? റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിക്കായ്യ, റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ദിവസം നിക്കായ്യ എന്ന് ആരാ സമൂഹത്തിൽ ചിന്തിക്കണ? ഇല്ല. പിന്നെ നമ്മളൊക്കെ പറയുമ്പോ പറയണ്ടെന്ന്,
അതുകൊണ്ട് ശരീരം കൊണ്ട് മുത്തനബി ഇത്തിബാ ചെയ്യുക എന്നതിലപ്പുറം ഖൽബ് കൊണ്ട് ഇത്തിബാ ചെയ്യുക എന്നൊരു പൂർണ്ണമായ മഹബത്തിന്റെ ഈമാനിന്റെ അവസ്ഥയുണ്ട്. അത് പ്രാപിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل اللهم ثواب قراتنا بركة دعائنا أولا إلى حبيبك المصطفى محمد صلى الله عليه وسلم وإلى جميع الأنبياء والمرسلين والأصحاب والأولياء إلى من دفنوا حوالينا وإلى جميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، الحمد لله رب العالمين. السلام عليكم.